ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ NDPSCയുടെ എക്സാംസ് ഇങ്ങ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ALPയും JEയുടെയും CBT 1ൻ്റെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തു. കഴിഞ്ഞ ദിവസം ALPയുടെ ടയർ 2ൻ്റെ എക്സാം ഡേറ്റും അവർ അനൗൺസ് ചെയ്തു. 19-20 തീയതികളിലാണ് എക്സാംസ് നടക്കുന്നത്. ഉടനെ തന്നെ JEE ടയർ 2ൻ്റെ എക്സാംസിൻ്റെ ഡേറ്റും അവർ അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ NTPCയുടെ എക്സാംസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ NTPCക്കായിട്ട് ഒരു 45 ഡേയ്സ് കൂടി മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ആ 45 ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. മാത്സും റീസണിങ്ങും സയൻസും GKയും എല്ലാം മെയിൻലി കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുക്കുക. അപ്പം നമുക്കൊരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് NTPCയുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഡെയിലി 1 എന്ന രീതിയിൽ ഒരു 45 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺസ് ഒക്കെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത് 2 ലെവലായിട്ടാണ് എക്സാംസ്. ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റുകളും ഉണ്ട്, നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ രണ്ടിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഡിഗ്രി ഉള്ളവർക്ക് +2 ലെവൽ എക്സാംസും അപ്ലൈ ചെയ്യായിരുന്നു, ഡിഗ്രി ലെവൽ എക്സാംസും അപ്ലൈ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി ഉള്ള ഒരാളെ സംബന്ധിച്ച് 2 എക്സാംസ് ആണ് മുന്നിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. +2 യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് +2 ലെവലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലി തന്നെയാണിത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് 90 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റ്സ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മാത്തമാറ്റിക്സിന് 30 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് 30 മാർക്ക്, ജനറൽ അവയർനെസ് 40 മാർക്കാണ്. ഈ ജനറൽ അവയർനെസ്സിനകത്ത് നമ്മുടെ ജനറൽ സയൻസും GKയും കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരു 2024 ജൂൺ മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും തന്നെ നോക്കിയിട്ടേ പോകാവൂ. കാരണം RPF SIയുടെ ആയാലും ALPക്കായാലും JEക്കായാലും കറണ്ട് അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും റീസെൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അവർ ചോദിച്ചത്. അപ്പം 2024 കറണ്ട് അഫയേഴ്സ് മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങുക. നമുക്കിവിടെ 1/3 മാർക്കിന് നെഗറ്റീവ് മാർക്കിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് അറിയാവുന്ന ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നീട് ഇതിനകത്ത് വരുന്ന സബ്ജക്ട്സിൽ മാത്സിലും റീസണിങ്ങിലും ജനറൽ അവയർനെസ്സിലും നമുക്ക് വെയിറ്റേജ് ഉള്ള ടോപ്പിക്സുകൾ നോക്കി പഠിക്കാൻ ശ്രമിക്കണം. LCM, HCF, ഓൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക് എല്ലാത്തിനും വെയിറ്റേജ് ഉണ്ട്. എന്നാലും മാത്സ് നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസും ഒക്കെ നമുക്ക് തന്നെയല്ലേ അറിയത്തുള്ളൂ. അപ്പം കുറച്ചുകൂടി ബെറ്ററാക്കി വെയിറ്റേജ് ഉള്ള ഏരിയാസ് കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ സയൻസിൻ്റെ എല്ലാം വായിക്കുക. കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുക്കുക. ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററിയും മീഡിയം ഹിസ്റ്ററിയും ആയിട്ട് പഠിക്കുക. സ്റ്റാറ്റിക് GK നോക്കുക. സ്റ്റാറ്റിക് GKയിൽ ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാം നന്നായിട്ട് നോക്കുക. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പോകുക. 2024 കറണ്ട് അഫയേഴ്സ് ഒരു ജൂൺ മുതലുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ജനുവരി മുതലുള്ളത് നോക്കിയാൽ അത്രയും നല്ലത്. ജൂൺ മുതലുള്ളതെങ്കിലും മിനിമം നമ്മൾ നോക്കിയിട്ടേ എക്സാമിന് പോകാവൂ. നമുക്ക് ഫിസിക്സിലെ കുറച്ച് കഴിഞ്ഞ പ്രീവിയസ് ഇയർ NTPCക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ലെവലാണെന്നും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പം ഞാൻ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഒരു 10 to 15 ക്വസ്റ്റ്യൻസോളം തന്നെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടൺ ഈസ് എ യൂണിറ്റ് ടു മെഷർ. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിളാണോ ക്വസ്റ്റ്യൻ എന്ന്. പക്ഷേ നമ്മൾ ഓപ്ഷൻസ് കാണുമ്പം എക്സാം ഹോളിൽ നമ്മളിത് നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനായി പോകും. പവറാണോ, ഫോഴ്സ് ആണോ, റെസിസ്റ്റൻസ് ആണോ എന്നൊക്കെ നമ്മൾ ആ ടൈമിൽ വെറുതെ ഇരുന്ന് ചിന്തിക്കും. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ നമ്മൾ ആ ടൈമിലിരുന്ന് കൺഫ്യൂഷൻ അടിക്കും. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണെന്ന് കരുതി വിട്ട് കളയരുത്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം നോക്കി വർക്കൗട്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിൻ്റെ ആണോ, പ്രഷറിൻ്റെ ആണോ, റെസിസ്റ്റൻസിൻ്റെ ആണോ, ഫോഴ്സിൻ്റെ ആണോ? അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പവറിൻ്റെയും പ്രഷറിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. പവറിൻ്റെ യൂണിറ്റ് വരുന്നത് വാട്ടാണ്, പ്രഷറിൻ്റെത് പാസ്കൽ, റെസിസ്റ്റൻസിൻ്റെത് ഓം. നമുക്കപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 4 ക്വസ്റ്റ്യൻസിനുള്ള
ആൻസർ കിട്ടി. പവറിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്, പ്രഷറിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. എല്ലാത്തിൻ്റെ SI യൂണിറ്റ്സ് ആണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ, പവറിൻ്റെത് വാട്ട്, റെസിസ്റ്റൻസിൻ്റെത് ഓം, പ്രഷറിൻ്റെത് പാസ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ വാട്ട് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്. നമ്മൾ ജൂൾസ് എന്ന യൂണിറ്റിൽ മെഷർ ചെയ്യുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എനർജി ആണോ, വെലോസിറ്റി ആണോ, ഫോഴ്സ് ആണോ, പവർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ജൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജിയുടെ മാത്രമല്ല വർക്കിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏത് രണ്ട് ക്വാണ്ടിറ്റീസിനാണ് ഒരേ യൂണിറ്റ്സ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ നമ്മൾ അതിൽ ശരിയായിട്ടുള്ളത് ചൂസ് ചെയ്യണം. അപ്പോൾ എനർജിയുടെ കൂടെ പവർ തരും, എനർജിയുടെ കൂടെ വേറെ എന്തെങ്കിലും തരും. പക്ഷേ കറക്റ്റായിട്ടുള്ളത് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതിൻ്റെ എനർജിയുടെ കൂടെ സെയിം ആയിട്ട് വരുന്ന യൂണിറ്റ് ഉള്ള വേറൊരു ക്വാണ്ടിറ്റി ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എനർജിയുടെ കൂടെ വർക്കാണ്. വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും വേവ് ലെങ്ത് ആങ്സ്ട്രോം ആണ്. ഇത് കഴിഞ്ഞ NTPC ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ പവർ ഓഫ് ലെൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്നാണ്. അപ്പോൾ പവർ ഓഫ് ലെൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയോപ്റ്റർ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ. ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ, പ്രസ് ബയോപ്പിയ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ്. നമ്മുടെ കണ്ണിന് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ദൂരക്കാഴ്ചയെ ബാധിക്കുന്ന അല്ലെ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന അസുഖങ്ങളാണിത്. മയോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാൻ സാധിക്കില്ല. അതിനെയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാം, പക്ഷേ അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. അതിനെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. നമ്മളതിന് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രസ് ബയോപ്പിയ നമ്മൾ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് നമ്മൾ ഫോക്കൽ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ്. നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് ഫാരഡ്, ഹെൻറി, പാസ്കൽ, വെബർ എന്നിവയാണ്. പക്ഷേ ആൻസർ വരുന്നത് വെബർ ആണ്. മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് വെബർ ആണ്. ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. പാസ്കൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന്, നമുക്ക് ഇതൊക്കെ ആർക്കും അറിയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ആ എക്സാം ഹോളിൽ ആ ടൈമിൽ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അത് ഇൻ ഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹോളിൽ അത് ഓർത്തിരിക്കും. നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ ചാപ്റ്റർ വൈസും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ മാക്സിമം മോക്ക് എക്സാമുകൾ എടുക്കുക. നല്ല രീതിയിൽ മോക്ക് എക്സാമുകൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് നമ്മുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും ഒക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം വിലയിരുത്തി നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനിലൂടെ ഫോളോ ചെയ്യാതെ നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ വീക്ക് ഏരിയാസും നമ്മുടെ സ്ട്രോങ് ഏരിയാസും നമുക്ക് മാത്രമേ അറിയുള്ളൂ. ചിലർക്ക് റീസണിങ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്, ചിലർക്ക് മാത്സ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്, ചിലർക്ക് GK പോർഷൻസ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അതെല്ലാം അവരവർ വിലയിരുത്തി അവരവരുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക. ഈ വർഷം തന്നെ എല്ലാവരും ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ബിഗ് ലേണിംഗ് ആപ്പിൽ NTPCയുടെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ടോ കോഴ്സുമായിട്ടോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.